പാലക്കാട് PT-7 പിടിക്കാനുള്ള ശ്രമങ്ങൾ പൂർത്തിയായി വരുന്നു. അതായത് അതിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി വരുന്നു. നാളെ മയക്കുവെടി വയ്ക്കുമെന്നാണ് നേരത്തെ ഡോക്ടർ നമ്മളോട് പ്രതികരിച്ചത്. ഇപ്പോൾ അസിസ്റ്റന്റ് കൺസർവേറ്റീവ് ഓഫ് ഫോറസ്റ്റ് രഞ്ജിത്ത് മാധ്യമങ്ങളെ കാണുന്നു. 26 അംഗ ടീം ഓൾറെഡി അതിനെടുത്തി കഴിഞ്ഞു. സുരേന്ദ്രൻ എന്ന് പറയുന്ന കുങ്കിയും ഇന്ന് പുലർച്ചയോടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നടത്തിയ അവലോകനത്തിൽ നമുക്കത് എങ്ങനെ ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ടീം സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന് ഓരോ ടീമായിട്ടാണ് നമ്മൾ പോകുന്നത്. ട്രാക്കിംഗ് ടീം ഉണ്ടാവും, പാർട്ടിംഗ് ടീം ഉണ്ടാവും, സപ്പോർട്ട് ടീം ഉണ്ടാവും, അതിൻ്റെ സപ്പോർട്ട് ടീം ഉണ്ടാവും. ആ രീതിയിലുള്ള ടീംസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫീൽഡിൽ നിന്നൊരു ട്രയൽ നമുക്ക് നടത്തേണ്ടതുണ്ട്. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വെഹിക്കിൾ മൂവ് ചെയ്യാൻ പറ്റുമോ, അതായത് നമ്മുടെ ലോറി കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ട്രയൽ നടത്താനുണ്ട്. മാത്രമല്ല ക്രാളിനോട് ചേർന്ന് നമുക്കൊരു റാമ്പ് നിർമ്മിക്കാനുണ്ട്. കാരണം ആനയെ ലോറിയിൽ കൊണ്ടുവന്ന് അകത്ത് കയറ്റണമെങ്കിൽ ഒരു റാമ്പ് തയ്യാറാക്കണം. ആയത് പരിപാടികളും ഉച്ചയ്ക്ക് ആണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കി ഫീൽഡ് പെറാമ്പുലേഷൻ വൈകുന്നേരം നടത്തും. നാളെ തൊട്ടായിരിക്കും നമ്മളിതിൻ്റെ ഫീൽഡിലേക്കുള്ള മറ്റ് കാര്യങ്ങൾ വ്യാപിപ്പിക്കുന്നത്. വെടിവെക്കുന്നത് ഉൾപ്പെടെയുള്ള ദൗത്യം നാളെ തൊട്ടായിരിക്കും. നാളെ തന്നെ ആണെന്നില്ല, കാരണം അപ്പോഴും സിറ്റുവേഷൻ ഓക്കെ ആവണം നമുക്ക്. നാളെ തൊട്ട് തുടങ്ങും. നാളെ തന്നെ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. 26ഓളം വരുന്ന വയനാട് സംഘവും നമ്മളിവിടുന്ന് ഏകദേശം 50ഓളം വരുന്ന പാലക്കാട് ഡിവിഷനിലെ സ്റ്റാഫും ഉൾപ്പെടെയാണ്. അതിനുള്ള റേഞ്ചേഴ്സർമാരും ഫീൽഡ് സ്റ്റാഫും വാച്ചേഴ്സും എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. അതിനുള്ള ഞാൻ പറഞ്ഞ പോലെ യോഗമാണ് ഇപ്പോൾ നടന്നത്. വൈകുന്നേരവും നമ്മളിതുപോലെ ഒന്നുകൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളൊന്നുകൂടെ എല്ലാത്തിൻ്റെയും കാര്യക്ഷമത ഉറപ്പുവരുത്തണം. ആയുധങ്ങളുടെ ആണെങ്കിലും വാഹനങ്ങളുടെ ആണെങ്കിലും വാഹനങ്ങൾ പൂൾ ചെയ്യുന്ന കാര്യത്തിലും നമ്മളൊരു ഉറപ്പുവരുത്താനുണ്ട്. അത് വൈകുന്നേരം നടക്കും. ഉണ്ട് രാവിലെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനവാസ മേഖലയിൽ ഇറങ്ങാൻ ശ്രമിച്ചിരുന്നു. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന് ഒരുപാട് നേരത്തേക്ക് നമുക്ക് പുറത്തേക്ക് വിടാനോ ഒരുപാട് ദൂരത്തെ അകത്തേക്ക് വിടാനോ നമുക്ക് സാധിക്കില്ല. കാരണം ഇങ്ങനൊരു പ്രോസസ്സിൽ നിൽക്കുന്നുണ്ട് തന്നെ. അപ്പോൾ അതിന് മോണിറ്ററിംഗ് എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമാണ് 2-3 ദിവസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൗണ്ടറിയിൽ നമ്മളുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് ഒരിക്കലും ഇറങ്ങാതെയൊക്കെ ആയിട്ട് ഇതിനെ നിൽക്കുന്നത്. നേരത്തെ ഞായറാഴ്ചയോടെ പിടികൂടാനാവുന്ന പ്രതീക്ഷ പറഞ്ഞിരുന്നു. ഇപ്പം ടീമൊക്കെ ആയി കുറച്ചുകൂടെ സ്പീഡായി തോന്നുന്നു. അപ്പോൾ അതിന് മുൻപായിട്ട് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. ഇല്ല, അതും നമ്മൾ ഫീൽഡ് സിറ്റുവേഷനെ അനലൈസ് ചെയ്ത് അത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഫീൽഡിൽ നമുക്കിത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് പ്രൊഡിക്ഷൻ ഇല്ല. കാരണം നമ്മൾ ട്രാക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പൊസിഷൻ നമുക്കറിയാം. എന്നിരുന്നാലും ബാക്കി കാര്യങ്ങൾ നമ്മൾ എല്ലാ കാര്യത്തിലും കാര്യക്ഷമമാണെന്നുള്ള കാര്യം നമ്മൾ ട്രയൽ ചെയ്ത് നോക്കിയിട്ട് മാത്രം ഇത് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് കയറി അടിക്കാൻ അത് സിറ്റുവേഷൻ നോക്കിയിരിക്കും. ചിലപ്പോൾ വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തൊക്കെ അടുത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ലോറിയുടെ ആവശ്യം വരില്ലായിരിക്കും. അതല്ല ഒരു അല്പക്കാരം ഇവൻ വെടികൊണ്ട അല്പം മൂവ് ചെയ്യുന്നൊരു അനിമലാണ്. അത് ഏത് അനിമലാണെങ്കിലും മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ടായിരിക്കും ബാക്കി നമ്മൾ പ്ലാൻ ചെയ്യുക. ചിലപ്പോൾ പുറത്തേക്ക് പോകും, ചിലപ്പോൾ അകത്തേക്കായിരിക്കും. അതുകൊണ്ടാണ് മാക്സിമം പുറത്തേക്ക് പോകാതെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ PT-7 പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ ആദ്യം തീരുമാനിച്ചിട്ട് ഏറ്റവും അവസാനം അതിനുശേഷം തന്നെ 2 ദൗത്യം വയനാട് നടന്നു. ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഒരു ഏകോപന കുറവുണ്ടായിട്ടുണ്ട് ഇതിനകം? നമ്മുടെ ഫീൽഡ് ലെവൽ അതിനൊരു ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല. നമ്മളിവിടെ നേരത്തെ തന്നെ റെഡി ആയിരുന്നു. കാരണം ആദ്യത്തെ ഉത്തരവ് പ്രകാരമുള്ള ഡ്രൈവ് ചെയ്യാന്നുള്ള ഒരു ഡയറക്ഷൻ കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എല്ലാ ദിവസവും ഇത് പുറത്തിറങ്ങുന്നത് നിങ്ങളും കണ്ടിട്ടുള്ളതാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ ഡ്രൈവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി ഡോക്ടറുടെ അനാലിസിസും കൂടെ മനസ്സിലാക്കുന്നത് ഒക്കെ ഡ്രൈവ് ചെയ്തിട്ട് നടക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഡ്രൈവിംഗ് ഓപ്പറേഷൻ നമ്മൾ കൃത്യമായിട്ട് ചെയ്തു വരുന്നുണ്ട്, ഫോളോ അപ്പ് ചെയ്തു വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് ഡോക്ടറുടെ ഡിസിഷൻ കൂടെ വരുന്നതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഈ പറഞ്ഞ ആദ്യം പിടിച്ചു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതെല്ലാം ടോപ്പ് ലെവൽ എടുക്കേണ്ട ഡിസിഷൻസാണ്. വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. SCF രഞ്ജിത്താണ് മാധ്യമങ്ങളെ കണ്ടത്. മയക്കുവെടി വയ്ക്കുന്ന നടപടികൾക്ക് നാളെ തുടക്കമാകും. എന്നാൽ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ടാകും നീക്കങ്ങൾ സജീവമാക്കുക. എപ്പോഴെന്ന് കൃത്യമായി പറയാനാകില്ല. കാരണം ആനയുടെ സാന്നിധ്യം അനുസരിച്ചായിരിക്കും കാര്യങ്ങൾ നടപ്പിലാക്കുക. ഏതായാലും നാളെ മുതൽ മയക്കുവെടി വയ്ക്കുന്ന നടപടിക്രമങ്ങൾ ആരംഭിക്കുകയാണ്. SCF രഞ്ജിത്താണ് വിവരങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. പ്രസാദ് ഉടുമ്പശ്ശേരി ഒപ്പം ചേരുന്നു. പ്രസാദ്, ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ?
കൃഷ്ണരാജ്, ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. നമുക്ക് പുറകിൽ കാണാം ഇതിൻ്റെ കുങ്കിയാനെ ഈ PT7 പിടിച്ചാൽ അതിനെ തളയ്ക്കേണ്ട കൂടിൻ്റെ നിർമ്മാണം എല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും അത് നാളെ തന്നെ മയക്കുവെടി വെച്ച് പരമാവധി പിടിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുക. നമ്മളോടൊപ്പം SCF രഞ്ജിത്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ അവലോകന യോഗം കഴിഞ്ഞു, ഇനി ഇതിൻ്റെ ഓപ്പറേഷനിലേക്ക് കടക്കുകയാണ്. അവലോകന യോഗത്തിന് ശേഷം നമ്മളത് എങ്ങനെയാണ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്താണെന്നുള്ള കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. ഒരു ട്രയൽ നമുക്ക് ഫീൽഡ് നടത്താനുണ്ട്. ട്രയൽ എന്ന് പറയുന്നത് ഷൂട്ടിംഗ് അല്ല, നമുക്ക് ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് വെഹിക്കിൾ മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. റാമ്പ് തയ്യാറാക്കാനുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാലും നാളെ തൊട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഫീൽഡിൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നാളെ തന്നെ പൂർത്തീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, എങ്കിലും നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഈ കൂടിനെ കുറിച്ച് ഒന്ന് പറയാമോ? എങ്ങനെയാണ് ഈ കൂടിൻ്റെ ഇതിൻ്റെ വിസ്തൃതി എത്രയാണ്, എന്താണ് ഇതിൻ്റെ പ്രത്യേകത? എന്താണ്? 15 അടി കൂടാണ്. കാരണം ആനയുടെ സൈസ് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ അവൻ്റെ വലിപ്പം നോക്കിയിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് എക്സ്പെർട്ട് ടീം, വയനാട്ടിലെ ടീമാണ്, അവരാണിത് ചെയ്തിട്ടുള്ളത്. മുഴുവൻ യൂക്കാലി ഉപയോഗിച്ചുകൊണ്ടുള്ള ഇതാണ്. കാരണം ആനയ്ക്ക് ഇഞ്ചുറി പറ്റാത്ത രീതിയിലുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. 6 അടിയോളം താഴ്ചയുണ്ട്, 18 അടി മുകളിലേക്കുണ്ട്. 24 അടിയുടെ കഴകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അഥവാ ആന വന്ന് ഇടിച്ചാലും ഒരു കുഷനിങ് എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ്. എന്തുകൊണ്ടാണ് യൂക്കാലി മാത്രം ഉപയോഗിക്കാനുള്ള ഒരു കാരണം? കാരണം ആന ഇത് രക്ഷപ്പെടാനായിട്ട് എപ്പോഴും ശ്രമിക്കും. അപ്പോൾ അതിൽ വന്ന് ഇടിച്ചാലും ഇത് ചിലപ്പം ചതഞ്ഞു പോവുകയും മാത്രം ഒരു കുഷനിങ് ഇതാണ്. കാരണം നമ്മൾ കോൺക്രീറ്റ് ഒന്നും ചെയ്യില്ല, മുഴുവൻ മണ്ണ് വെച്ച് ഉറപ്പിച്ചതാണ്. അപ്പോൾ ആനയ്ക്ക് ഇഞ്ചുറി പറ്റാതിരിക്കാൻ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. പിന്നെ യൂണിഫോം ആയിട്ടുള്ള ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാണ്. അതും കൂടെ ആകുമ്പോൾ അതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നുള്ളൊരു ഇപ്പോഴത്തെ അവൈലബിലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ. എത്ര ദിവസം വരെ നമുക്ക് ഇതിന് വേണ്ടി ഈ പരിശീലനം അല്ലെങ്കിൽ ഇവിടെ തളച്ചിടേണ്ടി വരും? അത് എക്സ്പേർട്സ് തന്നെ പറയണം. കാരണം അതിനകത്ത് ആ ഡോക്ടറും മറ്റ് ടീംസും വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ വയനാട് ടീം ഉൾപ്പെടുന്ന ഡോക്ടേഴ്സിൻ്റെ സംഘങ്ങൾ മാത്രമേ അത് അനലൈസ് ചെയ്യാൻ പറ്റൂ. അതാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം ഈ കൂട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. PT7 പിടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് തളച്ചിടേണ്ട കൂടാണിത്. ഇതിൻ്റെ വിസ്തൃതി എന്ന് പറയുന്നത് 15 അടി നീളവും വീതിയുമുള്ള കൂട്. യൂക്കാലിപ്റ്റിൻ്റെ മരങ്ങളാണ് ഇതിലേക്ക് ഉപയോഗിക്കുക. അതിന് അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രധാന കാരണം സാധാരണ വന്യമൃഗമായതുകൊണ്ട് തന്നെ ഇതിലകത്ത് ഇടുമ്പോൾ, തളച്ചിടുന്ന സമയത്ത് അത് പുറത്തേക്ക് ചാടാനുള്ള ശ്രമങ്ങൾ നടത്തും. ഈ മരത്തിൽ ഇടിച്ച് അതിനെ പൊളിച്ചുകൊണ്ട് തകർത്ത് പുറത്തു വരാനുള്ള ശ്രമങ്ങളായിരിക്കും പരമാവധി നടത്തുക. അങ്ങനെ വരുമ്പോൾ അതിന് പരിക്ക് പറ്റരുത് എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ഈ ഒരു മരം ഉപയോഗിക്കാനുള്ള കാരണം എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും കൂടിൻ്റെ നിർമ്മാണമെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആനയെ മയക്കുവെടി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നാളെ തന്നെ അത് സംബന്ധിച്ചുള്ള നടപടികളിൽ ഉണ്ടാകും. അനുകൂല സാഹചര്യമാണെങ്കിൽ നാളെ തന്നെ മയക്കുവെടി വെച്ച് ആനയെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. ഡോക്ടർ അരുൺ സക്രിയ തന്നെ ഈ ദൗത്യത്തിന് നേതൃത്വം നൽകും എന്നതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഉദ്യോഗസ്ഥരുടെ സംഘമെല്ലാം തന്നെ അവലോകന യോഗം ചേർന്നിരുന്നു. അതിൽ 26 അംഗ സംഘം വയനാട്ടിൽ നിന്ന് വരികയും പിന്നീട് ഇവിടെ നിന്ന് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി 50 പേരടങ്ങുന്ന സംഘമാണ് ഇതിൽ സഹായിക്കുന്നതിന് വേണ്ടി പാലക്കാട് നിന്ന് ഈ ദൗത്യ സംഘത്തോടൊപ്പം ചേരുക. അവരെല്ലാം തന്നെ വിവിധ സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് 5 സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ ആനയെ പിടിക്കാനുള്ള നടപടികൾ ഉണ്ടാകും. ഓരോ സംഘത്തിനും അവരുടെ പ്രധാനപ്പെട്ട ചുമതലകളുണ്ട്. ഇതിൽ മയക്കുവെടി വിദഗ്ധ സംഘത്തോടൊപ്പം തന്നെ ആന അരമണിക്കൂർ, അതായത് മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ അരമണിക്കൂറാണ് ഇതിന് മയങ്ങുന്നതിന് വേണ്ടി എടുക്കുന്ന ഒരു സമയം. ഈ അരമണിക്കൂറിനകം ഈ ആന ഏറെ ദൂരം സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഏറെക്കുറെ 6 അല്ലെങ്കിൽ 9 കിലോമീറ്റർ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ചിലപ്പോൾ അത്രയും പോകണമെന്നുമില്ല. പക്ഷേ അത് ഏത് രീതിയിൽ അതിൻ്റെ പ്രതികരണം എങ്ങനെയാണെന്ന് സംബന്ധിച്ച് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. വയനാട് PM2വിനേക്കാൾ അപകടകാരിയാണ് PT7 എന്ന ഒരു നിഗമനം വനംവകുപ്പിനുണ്ട്. അതുകൊണ്ട് കൂടിയാണ് 3 കുങ്കിയാനകളുടെ സേവനം കൂടി തേടിയിട്ടുള്ളത്. നേരത്തെ 2 കുങ്കിയാനകളെ വയനാട്ടിൽ നിന്നും എടുത്തിരുന്നു. അവിടെ നിന്നും ഇപ്പോൾ വിക്രം, ഭരതൻ എന്ന് പറയുന്ന 2 കുങ്കിയാനകൾ നേരത്തെ തന്നെ വന്നതാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചെ എത്തിയിരിക്കുന്നത് സുരേന്ദ്രൻ എന്ന കുങ്കിയാനയാണ്. എന്തായാലും ഈ 3 കുങ്കിയാനകളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഈ ആനയെ മയക്കുവെടി വെക്കുകയും പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യുക. ഇപ്പോൾ കുങ്കിയാനകൾ എല്ലാം തന്നെ അതിനായി സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. അവർക്കെല്ലാം തന്നെ നേരത്തെ ഇവിടെ 2 കുങ്കിയാനകൾ നേരത്തെ ധോണി ക്യാമ്പസിൽ ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതിന് അല്പം മതപ്പാടുണ്ട് എന്നുള്ളതുകൊണ്ടുകൂടിയാണ് വയനാട്ടിൽ നിന്ന് അധികം ഒരു കുങ്കിയാന കൂടി കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ഈ മയക്കുവെടി വെക്കാനുള്ള വിദഗ്ധ സംഘമെല്ലാം അവരുടെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായും കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ കുങ്കിയാന എത്തിയതോടുകൂടി തന്നെ അത്തരം കാര്യങ്ങളെല്ലാം അതിൻ്റെ ഈ നടപടികളിലേക്ക്, ഓപ്പറേഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഇപ്പോൾ കൂട് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ കൂടിൻ്റെ പ്രത്യേകത എല്ലാം നമ്മൾ മനസ്സിലാക്കിയതാണ്. ഈ കൂട് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 15 അടി നീളവും വീതിയുമുള്ള ഒരു കൂടാണ്. കൂടിൻ്റെ ഉൾവശം ഒരു ആനയ്ക്ക് നിൽക്കാവുന്ന
നിൽക്കാവുന്ന ദൂരം. പക്ഷേ ഈ എന്തുകൊണ്ടാണ് യൂക്കാലി മരങ്ങൾ ഉപയോഗിക്കുന്നത് എന്നതിൻ്റെ വിശദീകരണമാണ് അദ്ദേഹം നൽകിയത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ കൂടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യേകത, അതായത് ആന പുറത്തേക്ക് വരാനുള്ള സാധ്യത, ഇത് തകർത്ത് പുറത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട് വന്യമൃഗമായതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആനയ്ക്ക് പരിക്ക് പറ്റരുത് എന്നുള്ളതുകൊണ്ടാണ് ഈ മരം ചതയാണ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ മരം ഉപയോഗിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. എന്തായാലും കൃഷ്ണരാജ്, നമ്മളെല്ലാം തന്നെ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ധോണിയിലെ ആളുകൾ അനുഭവിച്ചിരിക്കുന്ന ഒരു ദുരിതം എന്ന് പറയുന്നത് ഇത്രയും നാൾ ഇവർക്ക് PT7 നിത്യേന ഇറങ്ങുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു വലിയ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത് അവരുടെ കൃഷി നശിക്കുന്നു, അവരുടെ താമസ സ്ഥലത്തേക്ക് ആന വരുന്നു, അവരുടെ നിർമ്മിതികൾ നശിപ്പിക്കുന്നു. അതെല്ലാം അങ്ങനെ ഈ ദുരിതം അനുഭവിച്ച് വരികയായിരുന്നു. എന്തായാലും അതിനൊരു പരിഹാരം PT7 പിടിക്കുന്നതോടുകൂടി തന്നെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും ആശ്വാസവുമാണ് അവർക്കുള്ളത്. നാളെ രാവിലെ ഒരുപക്ഷെ അത്തരം ഒരു വലിയൊരു ആശ്വാസ വാർത്ത ധോണിക്കാർക്ക് കേൾക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ്. അതിൻ്റെ നടപടികളിലേക്ക് വനം വകുപ്പ് കടക്കുകയാണ്. ശരി, കൂട് കണ്ടു, കുങ്കിയാനയെ കണ്ടു, അവലോകന യോഗത്തിന് ശേഷമുള്ള പ്രതികരണം നമ്മൾ കേട്ടു വനം വകുപ്പിൻ്റേത്. കൂടുതൽ കരുത്തനും കുഴപ്പക്കാരനുമാണ് PT7. അതുകൊണ്ട് തന്നെ PT7 വലയിലാക്കാൻ കൂടുതൽ പരിശ്രമിക്കേണ്ടി വരും. അതായത് മയക്കുവെടി വയ്ക്കുന്നത് നാളെ അതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും എന്നാണ് നേരത്തെ ഡോക്ടർ അരുൺ സഖറിയ ന്യൂസ് 8നോട് പ്രതികരിച്ചത്. ഇന്നിപ്പോൾ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടേ ഉള്ളൂ. കുങ്കി വന്നിട്ടുണ്ട്, 3 കുങ്കി എത്തിയിട്ടുണ്ട്. സോ നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇന്നത്തെ ഇതിലുള്ള കംപ്ലീറ്റുള്ള കോൺഫ്ലിക്റ്റ് ഡാറ്റ എടുത്തിട്ട് സൈറ്റ് നോക്കിയിട്ട് നമ്മളൊരു പ്ലാന് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട്, ഇവിടുത്തെ RRT ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കും. അതിനുശേഷം നമ്മൾ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രിലിമിനറി വർക്കാണ്. ക്രൗളിൻ്റെ സ്ട്രെങ്ത്ത് നോക്കുക, ദെൻ ബാക്കിയുള്ള എക്യുപ്മെൻസിൻ്റെ എല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്ത് വെക്കുക, ടീമിനെ ഫോം ചെയ്യുക. ഒരു 4-5 ടീമുണ്ട് നമുക്ക്. ആ ടീമിനെ ഫോം ചെയ്ത് ആ ടീമിൻ്റെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക, അവരൊന്ന് ട്രെയിൻ ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ടീം വേറെ, ഇവിടുത്തെ ടീം വേറെ, അവരും കൂടെ നമ്മൾ പ്രൈം ചെയ്യണം. ആ പ്രൈമിങ് പ്രോസസ്സ് ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ കിട്ടുകയാണെങ്കിൽ നമ്മൾ വിൽ സ്റ്റാർട്ട് ഓപ്പറേഷൻ. നാളെ തന്നെ പിടിക്കാം. നാളെ തന്നെ പിടിക്കാൻ പറ്റില്ല, നമുക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നോക്കിയിട്ട് നമ്മൾ സിറ്റുവേഷൻ ചെയ്യും. ഓക്കെ, അല്ല